ഷവർമ കഴിച്ചാൽ മരണം സംഭവിക്കുമോ? ഷവർമ തയ്യാറാക്കുന്നതിനുള്ള മാംസം ഒരു കമ്പിയിൽ കുത്തനെ കുരുക്കി വെച്ച് അതിന് പുറത്ത് ചൂട് നൽകി പാളികളായാണ് വേവിക്കുക. പിന്നീട് ഏറ്റവും പുറത്തെ പാളി ചെറുതായി അരിഞ്ഞ് കഴിക്കാനായി വിളമ്പും. ഇവ കൃത്യമായി വേവുന്നതിനായി അല്പം അധിക സമയം ആവശ്യമാണ്. എന്നാൽ കടകളിൽ തിരക്ക് കൂടുമ്പോൾ ശരിയായി വേവാതെ മാംസം മുറിച്ച് ഷവർമ തയ്യാറാക്കുന്ന പല സാഹചര്യങ്ങളും പലപ്പോഴും സംഭവിക്കാറുണ്ട്. കൂടാതെ അകത്തേക്ക് ചൂട് നന്നായി ഏൽക്കാത്തതിനാൽ മാംസത്തിന്റെ ഉൾഭാഗം കേടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് ആരോഗ്യം അപകടത്തിലാക്കും. ഷവർമ കഴിച്ചതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവിഷബാധ സംഭവിച്ച കേസുകൾ ഈ അടുത്തായി കേരളത്തിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ ചില മരണങ്ങളും സംഭവിച്ചു എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം. ഇതിൽ ചില കേസുകളിൽ ഷവർമയിൽ ഉപയോഗിച്ച മയോണൈസ് ആയിരുന്നു വില്ലൻ. ഭക്ഷണമോ വെള്ളമോ മലിനമാകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവയിൽ വിഷകരമായ ബാക്ടീരിയ, ഫംഗസ്, പാരസൈറ്റ് അല്ലെങ്കിൽ വൈറസ് എന്നിവ വളരുന്നു എന്നതാണ്. ഈ സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില വസ്തുക്കൾ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകും. വിഷാംശമടങ്ങിയ ഏതെങ്കിലും വസ്തുക്കൾ കഴിക്കാനിടയായാൽ നമ്മുടെ ശരീരം ഈ വിഷവസ്തുക്കളെ പുറന്തള്ളുന്നതിനുള്ള പ്രവർത്തനം ആരംഭിക്കും. ഇതിന്റെ ഫലമായി ഛർദി, വയറിളക്കം, പനി എന്നിവയിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ചോ അനുഭവപ്പെടാം. മയോണൈസ് നിർമ്മിക്കുന്നതിലും സ്റ്റോർ ചെയ്യുന്നതിലും പിഴവുകൾ സംഭവിക്കാമെന്നതിനാൽ പ്രാദേശികമായി നിർമ്മിച്ച മയോണൈസ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകും. ശരിയായ ഗുണനിലവാര പരിശോധനകൾ നടത്തുന്ന സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിയ മയോണൈസ് ഉപയോഗിക്കുന്നതായിരിക്കും സുരക്ഷിതം. തട്ടുകടകളിലും മറ്റ് തുറസായ സ്ഥലങ്ങളിലും നിർമ്മിക്കുന്നതും സൂക്ഷിക്കുന്നതുമായ മയോണൈസ് പലപ്പോഴും ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുന്നതാണ്. ബാക്ടീരിയകൾ അതിവേഗം പെരുകുന്ന സൂക്ഷ്മജീവികളാണ്. അതായത് ഒരു കോശം ആദ്യം 2ആയി, പിന്നെ 4ആയി, 8ആയി, 16, 32 എന്നിങ്ങനെ അതിവേഗം ഇരട്ടിയാകും. ഭക്ഷ്യവസ്തുക്കൾ റൂം ടെമ്പറേച്ചറിൽ എത്ര കൂടുതൽ സമയം സൂക്ഷിക്കുന്നുവോ അത്രയും സമയം ബാക്ടീരിയകൾ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. ഭക്ഷ്യവിഷബാധ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ. ജീവൻ അപകടപ്പെടുത്താൻ സാധ്യതയുള്ള ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്: ഒന്നാമത്തത് 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കം. രണ്ടാമത്തത് 102 ഡിഗ്രി ഫാരൻഹീറ്റോ അല്ലെങ്കിൽ 38.9 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലോ ഉള്ള പനി. മൂന്നാമത്തത് കാഴ്ചയ്ക്കും സംസാരത്തിനുമുള്ള ബുദ്ധിമുട്ട്. കടുത്ത നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളായ വായ വരണ്ടുണങ്ങൽ, മൂത്രമൊഴിക്കാൻ ഇല്ലാതിരിക്കുകയോ വളരെ കുറവ് മാത്രം മൂത്രമൊഴിക്കുകയോ ചെയ്യുന്ന അവസ്ഥ, ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സാധിക്കാതിരിക്കൽ, മൂത്രത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം എന്നിവയും അനുഭവപ്പെട്ടേക്കാം. അണുബാധയും രോഗലക്ഷണങ്ങളുടെ തീവ്രതയും ഒരു വ്യക്തിയുടെ പ്രതിരോധ ശേഷിയെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരം എവിടെ തയ്യാറാക്കുന്നു എന്നതിനെക്കുറിച്ച് നാം തികച്ചും ബോധവാന്മാരാകണം. വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ ശ്രമിക്കുക. പാകം ചെയ്യാത്തതോ പകുതി പാകം ചെയ്തതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. ബാക്കി വന്ന ഭക്ഷണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ശുചിത്വം കർശനമായി തന്നെ പാലിക്കുക. കഴിക്കുന്നതിന് മുൻപ് അവ ശരിയായി ചൂടാക്കുകയും വേണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.